ഇന്ന് നോമ്പിന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്ക് ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം ആഡ് ചെയ്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, ക്യാബേജ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാപ്രിക്ക പൗഡർ, അതുപോലെ സോസ്, പിന്നെ മല്ലിയില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സോസ് ആവശ്യമുണ്ട്. അതിലേക്ക് മയോണൈസിലേക്ക് മസ്റ്റാർഡ് സോസും അതുപോലെ ഗാർലിക് ചില്ലി സോസും പിന്നെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തൈമും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. അതിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ മയോണൈസ്, പിന്നെ മോസറല്ല ചീസ്, പിന്നെ ഓംലെറ്റ്, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ മസാല ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് റമളാനെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.